ഹായ് മച്ചാമാരെ, അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബക്കറ്റ് ചിക്കൻ ആണ്. ബക്കറ്റ് ചിക്കന് 4 കോഴി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, പുതിന, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ ചതച്ച് പേസ്റ്റ് ആക്കിയിട്ട് ബാക്കി വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 4 ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മസാലയൊക്കെ പുരട്ടാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ബക്കറ്റ് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 4 കോഴി എടുത്തേക്കുന്നത്. ആ 4 കോഴിക്കുള്ള പച്ചക്കറി ഐറ്റത്തിൽ മല്ലിയില, പുതിന, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമുക്കൊന്ന് പേസ്റ്റ് ആക്കണം. നമ്മൾ ഇതെല്ലാം അരച്ചിട്ടുണ്ട്. എല്ലാം പേസ്റ്റ് ആക്കിയതാ. നമുക്കത് എല്ലാം ഇടാം. ഇനി നമുക്കടുത്ത ഇതിന്റെ മസാല, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി. 4 കോഴിയുണ്ട്. അതിനുള്ള സാധനങ്ങളെല്ലാം നമ്മളിത് 4 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. അടുത്ത നമുക്ക് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, തൈര്, തൈരിന് പുളി കുറവാണ്ട് ഇതിൻ്റെ നാരങ്ങയും കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. നമുക്ക് എല്ലാവരും ഒന്ന് മിക്സ് ചെയ്യാം. ഈ മസാല പിടിക്കാൻ വേണ്ടി ചെറിയ ചെറിയ വരയൊന്ന് ഇട്ട് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ നല്ല കറക്റ്റായിട്ട് പിടിക്കും. നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നുള്ള എല്ലാവർക്കും ചെയ്ത് നോക്കാം. വലിയ ജോലിയൊന്നും ഉള്ളതല്ല. അപ്പോൾ നമ്മൾ ഇത് മസാല നല്ല തേച്ച് പിടിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല തേച്ച് പിടിപ്പിച്ചിട്ട് അങ്ങോട്ട് ചെയ്തു നോക്കും. എല്ലാവർക്കും ചെയ്തു നോക്കാം. അപ്പം ഞാൻ 4 കോഴി, നമ്മൾ ആള് കൂടുതലുണ്ടാകും. നമ്മൾ 4 കോഴി എത്തുന്നുള്ളൂ. നിങ്ങൾക്കൊക്കെ 1 കോഴി എടുത്ത് കണക്ക് ചെയ്താൽ മതി. 1 കോഴിക്കുള്ള മസാല കണക്കാക്കി ഇട്ട് ചെയ്താൽ മതി. മസാല എല്ലാം തേച്ച് അങ്ങോട്ട് പിടിപ്പിച്ച് കളറൊന്നും ചേർക്കുന്നില്ല. കളറൊക്കെ കളർ ചേർക്കുന്നവർക്ക് ചേർക്കാം, ഇല്ലാത്തവർക്ക് കളർ വേണ്ട. അപ്പോൾ നമ്മളെ മസാല പുരട്ടി എല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരു 2 മണിക്കൂറോളം നമുക്കിത് ഒന്ന് വെച്ചേക്കണം. 2 മണിക്കൂർ വെച്ചാൽ നല്ല മസാല നല്ല പിടിക്കാൻ വേണ്ടിയാണ്. നമ്മൾ അടച്ചു വെക്കാം 2 മണിക്കൂറത്തേക്ക്. പിടി. ഇതൊക്കെ നേരത്തെ കമ്പടിച്ച് വെച്ചിരുന്ന മഴയൊക്കെ ആയിപ്പോയി നേരത്തെ കമ്പടിച്ച് സെറ്റായി. നമ്മള് ഇത് കോഴി ഇതിനകത്തോട്ട് വെക്കാൻ പോവാന്ന്. ഇങ്ങോട്ട് എടുത്തോണ്ടോ കോഴി അങ്ങോട്ട് എടുത്തോണ്ട് പോവാ. എനിക്ക് ചെറിയ
വീഡിയോ നമ്മുടെ മസാല വെട്ടിച്ച കോഴി കൊണ്ട് കാണാം. നടുവിന് ചെറിയ വിഷയം ഉണ്ടാണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കസേരയിട്ട്. അതിനാല നമുക്ക് ഈ കോഴി അന്നേരം ഇതിനകത്തോട്ട് ഇറക്കാം. നമ്മള് 2 കോഴി ഒരെണ്ണത്തിൽ വെക്കാം. ശരിയാ, അത് കമത്തോന അടുത്ത ഈ ചേരോട് അടുത്ത് അടുത്ത സെറ്റ് അടുത്ത അതിന്റെ മേലെ ഇതിന്റെ മേലെ എടുത്ത് നമ്മളെ അടുത്തതിനകത്തോട്ട് കോഴിയെ സെറ്റ് ചെയ്യുക. അമത്തിരടാ നമ്മള് 2 എണ്ണത്തിന് സെറ്റ് കഴിഞ്ഞ് 4 കോഴി നമ്മൾ ഒരെണ്ണത്തിൽ 2 എണ്ണം വെച്ചാണ് ഇപ്പൊ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോ ഇനി അതിന്റെ ബാക്കി വിറകുകളൊക്കെ എടുക്കാം നമുക്ക്. ആ വിറക് കൊണ്ടുവാ. നമ്മൾ വിറക് വെക്കുകയാണ്. റബ്ബർ കുറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പെട്ടെന്ന് അങ്ങനെ അടിഞ്ഞ് ശരിയും. മൊത്തം അടി വലിയ വിറകായി നീളം കൂടുതൽ. നമ്മള് തീ കത്തിക്കുവാണ്. ഈ കത്തച്ചിരി പാടാ, ഇവിടെ മഴ ഉണ്ടായോണ്ട് കത്തി കിട്ടുന്ന ഇച്ചിരി ജോലിയാ. എല്ലാ സാധനം കത്തി ചെയ്യണമെങ്കിൽ വിറകി തീ പിടിക്കണം. അശോലപ്പോ ഒരുങ്ങി പോകും. അപ്പം നന്നായി തീ കത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ നല്ല കത്തി നല്ല കണൽ നല്ലോണം കത്തിക്കിടന്നാലേ ഇത് നല്ല വേവത്തോളം. നമ്മൾ 20 മിനിറ്റാണ് ഇതിൻ്റെ വേവ്. ഇത് കറക്റ്റായിട്ട് തീ കിടക്കണം. ഏകദേശം 20 മിനിറ്റ് ആയി. നമുക്ക് തീയൊക്കെ ഇനി അണയ്ക്കാം. ഇനി നമുക്ക് സൈഡിലോട്ട് തീയൊക്കെ നീക്കാം.
നമ്മൾ തീയെല്ലാം കെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ തീ കണലെല്ലാം അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അടുത്തതായിട്ട് പാത്രം നമുക്ക് എടുത്ത് മാറ്റണം. 2 പാത്രമുണ്ട്, 2 പാത്രം എടുത്ത് മാറ്റിയിട്ട് ചിക്കൻ നമുക്ക് എടുക്കാം. നമ്മൾ ഇച്ചിരി ലേറ്റായിപ്പോയി, ഇവിടെ മഴയായിരുന്നു, മഴ കാരണം കൊണ്ട് ഇച്ചിരി ലേറ്റായിപ്പോയി. നമുക്ക് ആ ചിക്കൻ്റെ പാത്രം ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി അതെടുത്ത് നമുക്ക് എല്ലാം നമ്മളെ ഫ്രണ്ട്സിലൊക്കെ ഇപ്പോണ്ട് എല്ലാവരായിട്ട് നമുക്ക് കഴിക്കാനുള്ള പരിപാടിയാണ് അടുത്ത. ചിക്കൻ എടുക്കണമെങ്കിൽ നല്ല തീക്കണലുണ്ടായാൽ നമുക്ക് കുറച്ച് ടൈം എടുത്തേ ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ. അത് എല്ലാവരും ചെയ്യുന്നവരെല്ലാം നല്ല ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് തീക്കണലെന്ന് വെച്ചാൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ ബക്കറ്റ് ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ കഴിക്കാനുള്ള ഇനിയൊരു മെത്തേഡ് നമ്മളെ പിള്ളേരിപ്പുണ്ട്, നമ്മളെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് ആദ്യമേ ഇതൊന്ന് ടേസ്റ്റ് നോക്കാം. ആദ്യമേ നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം. പിള്ളേരെപ്പോഴും കാത്തിരിക്കുക, ബക്കറ്റ് ചിക്കനായില്ലേ എന്ന് ചോദിച്ച്. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് കൊടുത്തിട്ട് നമുക്ക് സുഹൃത്തുക്കളായിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കുന്നതായിരിക്കും. ഇവിടെ നല്ല മഴയായിരുന്നു. മഴ കാരണം നമ്മളെ വെള്ളം വീണതെന്ന് തോന്നുന്നു. മൈക്കിനകത്ത് എന്തോ സംഭവിച്ചിരിക്കുന്നു, അവിടെ ഇത്രയും സൗണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് അറിയുന്നത്. അതിനാൽ നമുക്ക് ഒരു ഇച്ചിരി പോരാക്കുറവ് വന്ന് അത് ഞങ്ങൾ അടുത്ത വീഡിയോയ്ക്കകത്ത് പരിഹരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ സൂപ്പർ സാധനം, അവർക്കെല്ലാം ഇഷ്ടപ്പെട്ട് നല്ല കിടു സാധനമാണെന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഉത്സാഹം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.